Hello, welcome to Learnino. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 മാരത്തോണിന്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒരു അവസാനത്തെ ഒരു 10 ചോദ്യം. ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 3 ഒരു 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. നല്ലൊരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നോക്കാം. An op-amp has a slew rate of 0.5 volts per microsecond. What is the maximum peak output voltage for a 20 kilohertz sine wave without distortion? ചോദിക്കുന്നത്. അപ്പോൾ അതിന് ആ സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? സ്ലൂ റേറ്റ് ഈസ് ഈക്വൽ ടു 2πf into v max എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. സ്ലൂ റേറ്റ് ഈക്വൽ ടു 2πf into vm എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിന് Vmax is equal to slew rate divided by 2πf എന്ന് നമുക്ക് കിട്ടും. അതിന് വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 0.5 divided by 2π into 20 kilohertz എന്ന് പറയുമ്പോൾ 20 into 10 cube വരും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് 2 into π എന്ന് പറയുന്നത് 3.14 ആണ്. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാല്യൂ കിട്ടും, which is equal to approximately equal to 3.98 volt ആണ് നമുക്ക് വരിക. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് a summing amplifier with 3 equal input resistors. നമ്മൾ കുറച്ചൊക്കെ സമ്മിങ് ആംപ്ലിഫയറിന്റെ ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സമ്മിങ് ആംപ്ലിഫയറിൽ 3 ഈക്വൽ ഇൻപുട്ട് റെസിസ്റ്റേഴ്സ് ആണ് കൊടുക്കുന്നത് ആൻഡ് ഈക്വൽ ഫീഡ്ബാക്ക് റെസിസ്റ്റേഴ്സ്. അപ്പോൾ RF-ഉം R1 ഒക്കെ നമുക്കിവിടെ ഈക്വൽ ആണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന ഇൻപുട്ടുകൾ 1, 2, 3 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് വരാമെന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് ദേ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ വന്നത് അല്ലേ? അപ്പോൾ ഇതില് 1, 2, 3. അപ്പോൾ 1, 2, 3 അങ്ങനെ 3 വാല്യൂസ് കൊടുക്കുന്നുണ്ട്. അല്ല RF-ഉം അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് RF is equal to R1 is equal to R2 is equal to R3 is equal to R. എല്ലാം ഈ R. അപ്പൊ R/R എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അവിടെ ജസ്റ്റ് ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ Vout is equal to minus of V1 plus V2 plus V3 മാത്രം ചെയ്താൽ മതി. സപ്പോസ് അത് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓരോ V1ന്റെ കൂടെയും RF ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റർ കൂടെ വെയിറ്റ് ചെയ്തിട്ട് അല്ല വെയിറ്റഡ് സമ്മം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊന്നുമില്ല, ഈക്വൽ ആയതുകൊണ്ട് ജസ്റ്റ് വോൾട്ടേജ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 1 plus 2 plus 3 6. അപ്പൊ -6 വോൾട്ട് ആണ് കിട്ടുന്നത്. നമ്മൾ ഇൻവെർട്ടിംഗ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഏതിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനാണ്? ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷനിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷനിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -6 വോൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത ചോദ്യം, an op-amp has an input offset voltage of 3 millivolt ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 millivolt തന്നിട്ടുണ്ട്. അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 100 എന്ന് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണെന്നാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഗെയിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് നമുക്കറിയാലോ അല്ലെ? ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഇൻറ്റു ഗെയിൻ ചെയ്താൽ മതി. ഇൻപുട്ട് ഇവിടെ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? ഇൻപുട്ട് 3 millivolt ആണ്. 3 millivolt ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു millivolt 10⁻³ വോൾട്ടാ വരിക അല്ലെ? അപ്പൊ 300. അപ്പൊ എന്ത് വരും? 0.3 വോൾട്ട് വരും. 0.3 വോൾട്ടും വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് 300 millivolt ആയാലും കറക്റ്റ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 ഓപ്ഷൻ വരും കേട്ടോ. 300 millivolt ആണ് ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിലും 0.3 വോൾട്ട് എന്ന് പറഞ്ഞാലും ശരിയാ. 300 into 10⁻³ വരുമ്പോൾ 1, 2, 3 3.3ലേക്ക് കുത്തുവരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡിയും ശരിയാണ്, ഓപ്ഷൻ ബിയും ശരിയാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ, ബി ആൻഡ് ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് the Schmitt trigger can used as which of the following? Schmitt trigger എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യും? സ്ക്വയർ വേവ് ജനറേറ്റർ, കമ്പാരേറ്റർ, അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. നമുക്കറിയാം സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ് യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. 1 and 3 only, 1 and 2 only, 2 and 3 only, 1, 2 and 3. നമുക്കറിയാം Schmitt trigger എന്ന് പറയുമ്പോൾ തന്നെ കിട്ടുന്ന ഔട്ട്പുട്ട് സ്ക്വയർ വേവ് ആണ് നമുക്കറിയാം. അപ്പൊ Schmitt trigger is a സ്ക്വയർ വേവ് ജനറേറ്റർ. കമ്പാരേറ്റർ യൂസ് ചെയ്തിട്ട് കിട്ടുന്നത് നമുക്ക് എന്താണ്? സ്ക്വയർ വേവ് ആണ്. അപ്പോൾ കമ്പാരേറ്ററും Schmitt trigger നമുക്ക് പറയാൻ പറ്റും. അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഡ്യൂട്ടി സൈക്കിൾ 50% ആയിട്ടുള്ള ഒരു വേവ് ആണ്, കിട്ടാത്തൊരു സ്ക്വയർ വേവ് ആണ്. അപ്പോൾ 3 സ്ക്വയർ വേവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക്
ഏതാ ആൻസർ വരിക? 1 വരും 2 വരും 3 വരും. അപ്പോൾ 1, 2 and 3. അപ്പോൾ Schmidt trigger can be used as square wave generator, comparator, astable multivibrator. For an op-amp with a gain bandwidth product of 2, what is the gain at 20 kilohertz? നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് gain bandwidth product എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്. ഗെയിൻ എന്ന് പറയുന്നത് 20 കിലോഹെർട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗെയിൻ തന്നു കഴിഞ്ഞാൽ gain bandwidth divided by frequency ചെയ്താൽ മതി, which is equal to 2 into gain bandwidth എത്രയാ? 2 ആണ് divided by frequency എന്ന് പറയുന്നത് 20 into 10 cube ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ വരിക? ഇത് വെട്ടി പോകുമ്പോൾ 1/10 raised to -4 ആണ്. ഗെയിൻ വരുന്ന സമയത്ത് ഇങ്ങനെ 100 വരും. അത് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 മെഗാഹെർട്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, എന്നാലേ ഈ ആൻസർ ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് 2 മെഗാഹെർട്സ് 10⁻⁶ അല്ലേ? മറ്റേ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 into 10⁻³ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഇനി ബാക്കി എന്തേ വരും? 2 വരും. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10² വരും, which is equal to 100. അപ്പോൾ ശരി. അപ്പോൾ അത് ക്വസ്റ്റ്യനിലുള്ള തെറ്റ്. അപ്പോൾ 2 മെഗാഹെർട്സ് കൂടെ അവിടെ ശരിക്കും ഒരു കൊടുക്കണം. അപ്പോൾ ആൻസർ എന്താ വരിക? 100 ആണ് ആൻസർ വരിക. ഓക്കെ, 200 കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാണ്ട് ഈ 2 ശ്രദ്ധിക്കാണ്ട് നമ്മൾ 2 ക്യാൻസൽ ആയി പോയി എന്നുള്ളത് ശ്രദ്ധിക്കാണ്ട് നമ്മൾ ചിലപ്പോൾ 2 കൂടെ എഴുതാം. അപ്പോൾ അതുകൊണ്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ട് 200 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻസർ 100 ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An open comparator has a reference voltage of 2.5 volt. അപ്പോൾ നമുക്ക് റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2.5 വോൾട്ട് ആണ്. ഇപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് 2.6 വോൾട്ട് ആണ്. VCC എന്ന് പറയുന്നത് ±15 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്പൺ കമ്പാരേറ്റർ ആണ്, റെഫറൻസ് വോൾട്ടേജ് 2.5 ആണ്, ഇൻപുട്ട് 2.6 ആണ്. ഔട്ട്പുട്ട് ചോദിക്കുന്നത്. അപ്പോൾ കമ്പാരേറ്ററിൽ നമ്മൾ കമ്പാരേറ്ററിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാ? 2.6. റെഫറൻസ് എത്രയാ? 2.5. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് റെഫറൻസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ കമ്പാരേറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗോസ് ടു, ഇൻപുട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പോസിറ്റീവ് സാച്ചുറേഷനിലേക്ക് പോകും. പോസിറ്റീവ് സാച്ചുറേഷനിലേക്ക് പോകണമെങ്കിൽ അത് എത്രയാ? +15 വോൾട്ടിലേക്ക്. തിരിച്ചാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സാച്ചുറേഷനിലേക്ക് പോകും. ഇൻപുട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റെഫറൻസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻപുട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സാച്ചുറേഷനിലേക്ക് പോകുമ്പോൾ -15 വോൾട്ടിലേക്കായിരിക്കും അത് സ്വിച്ച് ചെയ്യുക. അതൊക്കെ ആ ഒരു ഫിഗർ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ എന്താ ആൻസർ വരിക? ഓപ്ഷൻ പോസിറ്റീവ് സാച്ചുറേഷനിലേക്കല്ലേ പോവുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഈ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് യൂസസ് ആൻ ഓപ്പ്. ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ഒരു ഓപ്പ് ആമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് 3.3 വോൾട്ട് ആണ്. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഫോളോവർ ഓപ്പ് ആമ്പ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്, അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് 3.3 ആണ്. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. വോൾട്ടേജ് ഫോളോവർ അല്ലേ? വോൾട്ടേജ് ഫോളോവർ ആയത് ഗെയിൻ 1 ആയതുകൊണ്ട് തന്നെ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ 1 into 3.3 ആണ്, അതായത് 3.3 വോൾട്ട് ആണ് ഔട്ട്പുട്ട് വരുന്നത്. നമുക്കറിയാം വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് വിച്ച് ഫോളോവേഴ്സ് ഇൻപുട്ടാണ്. ഇൻപുട്ട് 3.3 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടും ഐഡിയൽ ഫേസിൽ 3.3 വോൾട്ട് തന്നെയാണ്. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, രണ്ടും വന്നിട്ടല്ലേ? പ്ലസ് വന്നിട്ട് മൈനസ് വന്നിട്ട് പോസിറ്റീവ് ആണ് വരുന്നത്. A 555 timer in astable mode uses R1 is equal to 2 kilo ohm, R2 is equal to 4 kilo ohm, C is equal to 1 microfarad. What is the frequency of oscillation എന്ന് ചോദിക്കുന്നത്. അപ്പോൾ 555 ടൈമർ എന്ന് പറയുന്നത് ഇൻ അസ്റ്റേബിൾ മോഡിൽ R1 എന്ന് പറയുന്നത് 2 kilo ohm, R2 തന്നിട്ടുണ്ട്, R1 R2 തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F is equal to 1.44 divided by ഇക്വേഷൻ അങ്ങനെ പഠിക്കണം കേട്ടോ. ഡ്യൂട്ടി സൈക്കിൾ ആണെങ്കിൽ R1 + R2 divided by R1 + 2R2 അല്ലേ? ഇതാ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ 1.44 divided by R1 +
2R2 into C ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.44 ഡിവൈഡ് ബൈ R1 എന്ന് പറയുന്നത് 2K ആണ്, പ്ലസ് 2 into 4 എന്ന് പറയുമ്പോൾ 8K ആണ്, ഇൻറ്റു കപ്പാസിറ്റർ 10⁻⁶. മോളിക്കുമ്പോൾ 10⁻+6 ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 8 2 10K വരും അല്ലേ. താഴെ 1.44 10K പറയുമ്പോൾ 10 into 10³ ഇൻറ്റു 10 മൈക്രോഫാരഡ് അല്ല, ഇൻറ്റു 10⁻�6 വരും. 10⁻�6 വരുമ്പോൾ 10 അത് +6 ആയിട്ട് മാറും. ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിലൊരു 10³ ഉണ്ടാവുള്ളൂ. 10³ താഴെ ഒരു 10 വരുന്നുണ്ടല്ലോ, ഈ ഒരു 0 കൂടെ പോകുമ്പോൾ 10² ആവും. 144 ഹെർട്സ് വരും. 144 ഹെർട്സ് വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരും. അടുത്തത്, in a 555 stable, R1 is equal to 1 kilo ohm, R2 is equal to 2 kilo ohm, C is equal to 1 microfarad. What is the time period? നമുക്ക് ഫ്രീക്വൻസി ലാൻഡ് ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ 1.44 ഡിവൈഡ് ബൈ R1 plus 2R2 into C ആണ്. അതല്ല നമ്മൾ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T is equal to 0.693 into R1 plus 2R2 into C. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0.69 ഇൻറ്റു അല്ലേ 0.693 ഇൻറ്റു R1 പ്ലസ് 2R2, അപ്പോൾ 4 കിലോ ഓം ഇൻറ്റു 10⁻⁶ വരും. അപ്പോൾ 0.693 ഇൻറ്റു 4 3 5 കിലോ ഓം ഇൻറ്റു 10⁻⁶. ഓക്കെ, 10⁻⁶ 5 കിലോ ഓം പറഞ്ഞാൽ 10⁻³ വരും. അപ്പോൾ ഇൻറ്റു 5 ചെയ്യുമ്പോൾ 4 5 34 അല്ലേ, ഇൻറ്റു 10⁻³ വരും. അത്ര സെക്കൻഡ്, അതായത് 3.465 മില്ലി സെക്കൻഡ് ആണ് വരിക അല്ലേ. 3.465 മില്ലി സെക്കൻഡ് എന്ന് ഇവിടെ കൃത്യമായി തന്നിട്ടില്ല. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ഏതാണ്, അതിനോട് ഏതാണ് ഈക്വൽ ആയത് 3.15 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിൽ അസ്റ്റേബിളിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, അസ്റ്റേബിളിൽ ഡ്യൂട്ടി സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ R1 plus R2 divided by R1 plus R1 divided by R1, sorry ഇപ്പുറത്തേക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ R1 plus R2 divided by R1 plus 2R2 നമ്മൾ പഠിച്ചു. ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ 1.44 divided by എന്താ ചെയ്ത R1 plus 2R2 into C എന്ന് നമ്മൾ പഠിച്ചു അല്ലേ, ഫ്രീക്വൻസി. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് T is equal to 0.693 into R1 plus 2R2 into C ആയിട്ട് പഠിച്ചു. അപ്പോൾ ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊന്ന് അസ്റ്റേബിൾ മൾട്ടി ഇക്വേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും 50% ആണ്. അപ്പോൾ സ്ക്വയർ വേവ് നമുക്ക് ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസ്റ്റേബിളിനെ കുറിച്ച് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചോദിച്ച ചോദ്യമായിരുന്നു ഡ്യൂട്ടി സൈക്കിൾ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസ്റ്റേബിളിന്റെ. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ച് ഇത്തിരി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതും ടഫ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ചോദിക്കാം. എളുപ്പമുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ചോദിക്കില്ലേ. ഓക്കെ, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഒരു മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇക്വേഷൻസ് പഠിക്കാൻ മറക്കരുത്. അടുത്തത്, consider the following statements. A Schmitt-Trigger circuit can be emitter coupled bistable circuit. Schmitt-Trigger circuit exhibits hysteresis phenomenon. The output of a Schmitt-Trigger will be triangular if the input is square wave. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നല്ലേ ഏതൊക്കെ കറക്റ്റ് 1 2 and 3 2 1 and 2 2 and 3 1 and 3. അപ്പോൾ ഇതില് Schmitt-Trigger സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, അതൊരു എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ടാണ്. Schmitt-Trigger എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. എന്ത് Schmitt-Trigger എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. Schmitt-Trigger executes hysteresis phenomenon. ശരിയാണല്ലോ, ഹിസ്റ്ററിസിസ് അതിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നിട്ട് ഹിസ്റ്ററിസിസ് വിഡ്ത്ത് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പർ ത്രെഷോൾഡ് ലോവർ ത്രെഷോൾഡ് ഒക്കെ വെച്ചിട്ടുള്ള ഡിഫറൻസ് ആണ് അതിന്റെ ഹിസ്റ്ററിസിസ് വിഡ്ത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ശരിയാണ്. അപ്പോൾ Schmitt-Trigger സർക്യൂട്ട് എന്ന് പറയുന്നത് എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. Schmitt-Trigger സർക്യൂട്ട് എന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് ഫിനോമിനൻ തരുന്നുണ്ട്.
ഔട്ട്പുട്ട് ഓഫ് ദ ഷ്മിറ്റ് ട്രിഗർ വിൽ ബി ട്രയാങ്കുലർ ഇഫ് ദ ഇൻപുട്ട് ഈസ് സ്ക്വയർ വേവ്. അങ്ങനെയല്ല, ഷ്മിറ്റ് ട്രിഗർ എന്താ ചെയ്യുക, വരുന്ന സൈൻ വേവിനെ സ്ക്വയർ ആക്കി മാറ്റാനാണ് ആര് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന ഷ്മിറ്റ് ട്രിഗർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വരുന്ന സ്ക്വയർ വേവിനെ ട്രയാങ്കിൾ ആക്കി മാറ്റാനൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. വരുന്ന സ്ക്വയറിനെ ട്രയാങ്കിൾ ആക്കി മാറ്റുന്നത് ആരാണ്, ഇത് ഇന്റഗ്രേറ്റർ ആണ്. അപ്പൊ ഇന്റഗ്രേറ്ററിൽ കൂടെ നമ്മളൊരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും. അങ്ങനെയാണ് വരിക. പക്ഷെ ഷ്മിറ്റ് ട്രിഗറിൽ ഒരിക്കലും വരില്ല. അപ്പൊ സൈൻ ടു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്, വരുന്ന ഔട്ട്പുട്ട് സ്ക്വയർ ഔട്ട്പുട്ട് ആയിരിക്കും ഏതിൽ വരിക, ഷ്മിറ്റ് ട്രിഗറിൽ വരിക. ഓക്കെ, അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് എന്താണ് റോങ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൻസർ, ഷ്മിറ്റ് ട്രിഗർ എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്, ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഹിസ്റ്ററിസിസ് ഫിനോമിന നടക്കുന്നുണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ 1 and 2 ഓൺലി ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ട്, ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ്.